നോ പറയാൻ പഠിക്കാത്തതുകൊണ്ട് കെണിഞ്ഞു പോയ കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നോ പറയാറില്ല, യെസ് മാത്രം പറയുള്ളൂ. ചെയ്തു തരുമോ? യെസ്. പൈസ അയച്ചതോ? യെസ്. ഇയാൾക്ക് നോ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇയാൾ മൊത്തം അബദ്ധവും. നോ പറയാൻ പഠിക്കണം. ഈ നോ പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്, അടിപൊളിയാണ്. ആദ്യം പോസിറ്റീവ് വെച്ച് തുടങ്ങുക, എന്നിട്ട് നമ്മളെ ഭാഗം പറയുക, എന്നിട്ട് ഒരു ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അവസാനം പോസിറ്റീവ് വെച്ചിട്ട് അവസാനിക്കുക. ഒരാൾ നിങ്ങൾ 50,000 രൂപ വെച്ചിട്ട് വിളിച്ച്, നീ എന്നോട് തന്നെ ചോദിച്ചല്ലോ, നിനക്കൊരു ആവശ്യം വന്ന് എന്നല്ലേ വിളിച്ചേ, ഇല്ല സന്തോഷമുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് 50,000 രൂപ ഇല്ല, ടൈറ്റ് അവസ്ഥയിലാണ്, നീ ഇന്നയാളെ വിളിച്ച ചിലപ്പോൾ കിട്ടാൻ സാധ്യത കേട്ടോ, നീ അയാളൊന്ന് വിളിച്ചോക്കെ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ, ഇപ്പം ഇല്ല, അങ്ങനത്തെ അവസ്ഥയായതുകൊണ്ടാട്ടാ, നമുക്ക് അടുത്ത അവിടെ നോക്കാം കേട്ടോ. തരൂല എന്നല്ലേ പറഞ്ഞേ, ഇത് രസമാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് വെച്ചത് നോയില, സ്വപ്നം മെസ്സേജ് എങ്ങനെയാണ്, 23-ന് എൻ്റെ കല്യാണമാണ്, പ്രാർത്ഥിക്കണം. അതിനർത്ഥം എന്താ? വരണ്ട. അപ്പം ചിലവന്മാർ മെസ്സേജ് അയച്ചു വെച്ചു, വരണ്ടേ? അപ്പം ഞാൻ റിപ്ലൈ അയച്ചു, നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ ഞാൻ വിലമതിക്ക് നിങ്ങളുടെ പ്രാർത്ഥനക്കാൾ തീരെ വരണ്ടെന്നതിനാണ്. സോഫ്റ്റ് നോ. റെഡി.